ബ്രില്യൻസ് അക്കാഡമിയുടെ മാരത്തോൺ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് NIOS പൊളിറ്റിക്കൽ സയൻസിൽ പബ്ലിക് എക്സാമിന് വരുന്ന 22 ചാപ്റ്റേഴ്സിൻ്റെ ചെറിയൊരു രൂപമാണ്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അതായത് മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള നാഷണൽ ആൻഡ് സ്റ്റേറ്റ്, ഇതൊന്നും പബ്ലിക് എക്സാമിന് വരുന്നതല്ല, TMA സെക്ഷനിൽ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്നാമത്തെ ചാപ്റ്റർ മുതലാണ് പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്, ഗവൺമെൻറ്, സൊസൈറ്റി ആൻഡ് അതർ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥമാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, അവിടെ ഡിസ്റ്റിങ്ഷൻ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് അല്ലെങ്കിൽ ഡിഫറൻസസ് എന്നൊക്കെ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർക്കുക അതിൻ്റെ താരതമ്യം ചെയ്യുക എന്നാണ് അർത്ഥം വരുന്നത്. ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് താരതമ്യം ചെയ്യാനുള്ളത് 3 കാര്യങ്ങളാണ്. അതായത് ഒന്ന് രാഷ്ട്രവും അതുപോലെ തന്നെ ഇവിടെയുള്ള ഗവൺമെൻറ്റിനെയും താരതമ്യം ചെയ്യാനുണ്ടാവും. അതുപോലെ രാഷ്ട്രവും സമൂഹവും തമ്മിലുള്ളൊരു താരതമ്യ പഠനമുണ്ട്, അതായത് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. പിന്നെ മൂന്നാമതായിട്ടുള്ളത് സ്റ്റേറ്റ് ആൻഡ് അതർ അസോസിയേഷൻ, അതായത് രാഷ്ട്രവും മറ്റ് സംഘടനകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ള. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ എക്സാം എഴുതുന്ന സമയത്തും കൂടുതലായിട്ടും നമുക്ക് ഈ ഒരു കമ്പാരിസൺ മോഡലിൽ തന്നെ എന്ത് ചെയ്യാം, പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് 2 കള്ളി വരച്ചിട്ട് ഫസ്റ്റ് പാർട്ടിൽ എന്ത് ചെയ്യുക, രാഷ്ട്രം എന്ന് കൊടുക്കുക, ഒരു സൈഡിൽ എന്ത് ചെയ്യുക, സമൂഹം എന്ന് കൊടുക്കുക. ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ സൈഡിൽ എന്താണ് നമ്മൾ രാഷ്ട്രമാണ് എഴുതുന്നെങ്കിൽ അടുത്ത സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സമൂഹം എന്ന് എഴുതുന്നു. എന്നിട്ട് രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയിട്ടുള്ള നമ്മൾ എഴുതുന്നു. അതായത് രാഷ്ട്രത്തിന് എന്തുണ്ട്, കൃത്യമായിട്ടുള്ള അതിർത്തിയുണ്ട്, എന്നാൽ സമൂഹത്തിന് എന്തില്ല, കൃത്യമായിട്ടുള്ള അതിർത്തിയില്ല. രാഷ്ട്രത്തിന് പരമാധികാരമുണ്ട്, സമൂഹത്തിന് എന്തില്ല, പരമാധികാരമില്ല. അതുപോലെ തന്നെയാണ് രാഷ്ട്രത്തിന് പരമാധികാരം ഉള്ളത് കൊണ്ട് എന്തിനുള്ള അധികാരമുണ്ട്, ജനങ്ങളെ ശിക്ഷിക്കുവാൻ അധികാരമുണ്ട്, എന്നാൽ സമൂഹത്തിന് ജനങ്ങളെ ശിക്ഷിക്കുവാൻ അധികാരമില്ല. അതുപോലെ വരുന്നൊരു പോയിന്റാണ്, രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സ്ഥാപനമാണെങ്കിൽ സമൂഹം എന്ന് പറയുന്നത് എന്താണ്, ഒരു സാമൂഹിക സ്ഥാപനമാണ്. അതുപോലെ രാഷ്ട്രത്തിൽ എന്ത് ചെയ്യാം, രാഷ്ട്രത്തിൽ എഴുതപ്പെട്ട നിയമങ്ങളുണ്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം, സമൂഹത്തിന് എഴുതി വെച്ച നിയമങ്ങളില്ല, കുറേ സാമൂഹിക നിയമങ്ങളാണ്, അത് ആചാരങ്ങളും അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങളും ഒക്കെയാണ് അതിൽ വരുന്നത്. അപ്പം അങ്ങനെ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്, സൊസൈറ്റി, ഗവൺമെൻറ് ആൻഡ് അതർ അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, ഈ ഒരു ചാപ്റ്ററിൽ 3 ഡിസ്റ്റിങ്ഷൻ പഠിച്ചു വെക്കണം നിർബന്ധമായിട്ട്. അപ്പോൾ ഒന്ന് രാഷ്ട്രവും അതുപോലെ തന്നെ സമൂഹവും തമ്മിലുള്ളതാണ്, രണ്ടാമത്തത് രാഷ്ട്രവും ഗവൺമെൻറ്റും തമ്മിലുള്ളതാണ്, മൂന്നാമത്തത് രാഷ്ട്രവും മറ്റ് സംഘടനകളും തമ്മിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്റർ നന്നായിട്ട് നോക്കുക. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, 3 മാർക്കിനുള്ള ഒരു മാർക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് 4ാമത്തെ ചാപ്റ്ററാണ്. 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നതും പബ്ലിക് എക്സാമിന് വരുന്ന ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് ഇങ്ങനെയാണ്, മേജർ പൊളിറ്റിക്കൽ തിയറീസ്. അതായത് രാഷ്ട്രത്തിലെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ, അതായത് രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് 3 സിദ്ധാന്തങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ലിബറലിസമാണ്. അതായത് ലിബറലിസം എന്ന് പറയുന്ന തിയറി എന്താണ്, അതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ 2ാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ 2ാമത്തെ ഭാഗം എന്ന് പറയുന്നത് അതിൽ മാർക്സിസമാണ്. അപ്പോൾ മാർക്സിസം എന്ന് പറയുന്ന തിയറി എന്താണ്, 3ാമത്തത് ഗാന്ധിസാണ്. അങ്ങനെ 3 തിയറികളാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക, ലിബറലിസം. ലിബറലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രത്തിലെ അതായത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ സിദ്ധാന്തമാണിത് ലിബറലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ സിദ്ധാന്തം ഏതാണ്, ലിബറലിസമാണ്. അതുപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു സിദ്ധാന്തം എന്ത് ചെയ്യുന്നത്, വളർന്നു വരുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിദ്ധാന്തമാണ് എന്ത്, ലിബറലിസം എന്ന് പറയുന്നത്. ആ വാക്ക് തന്നെ ലിബറലിസം എന്ന് പറയുന്ന ഈ ഒരു തിയറി ഉണ്ടായത് തന്നെ ലിബേർട്ടി എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. ലിബേർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ ലിബറലിസം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ഹൈലൈറ്റ് ഉണ്ട്, അതും എന്ത് ചെയ്യുക, പോയിന്റ് വൈസ് പഠിച്ചു വെക്കുക. പിന്നെ അതിൽ വരുന്ന 2ാമത്തെ തിയറിയാണ് ഇത് മാർക്സിസം. അതറിയാം, കാൾ മാർക്സിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ചിന്താഗതികളാണ് എന്ത്, മാർക്സിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ലിബറലിസം എന്ന് പറയുന്ന തിയറിക്ക് എതിരെ, അതായത് അഗെയിൻസ്റ്റ് ആയിട്ട് വളർന്നു വന്നിട്ടുള്ള ഒരു ചിന്താഗതിയാണ് ഇത് മാർക്സിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ തിയറിക്ക് സോഷ്യലിസം അതുപോലെ തന്നെ കമ്മ്യൂണിസം എന്നീ പേരുകളിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഈ വർഗ സമരങ്ങളുടെയൊക്കെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു തിയറിയാണ് ഇത് മാർക്സിസം എന്ന് പറയുന്നത്. അതായത് കാൾ മാർക്സിൻ്റെ അഭിപ്രായത്തിൽ ലോകത്ത് എപ്പോഴും എന്താണ്, 2 വിഭാഗങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഒന്ന് ഉള്ളവരും ഒന്നില്ലാത്തവരും. അപ്പോൾ ഇവർ തമ്മിലുള്ള പോരാട്ടങ്ങളെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസിൽ എന്നാണ് ആരുടെ അഭിപ്രായം, കാൾ മാർക്സിൻ്റെ. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു തിയറിയാണ് ഇത് മാർക്സിസം എന്ന് പറയുന്നത്. അവിടെ ഈക്വാലിറ്റി, അതായത് സോഷ്യലിസത്തിനാണ് അവിടെ എന്ത് വരുന്നത്, പ്രാധാന്യം നൽകുന്നത്. ഓക്കെ, ഇനി ഇതിൽ 3ാമത്തെ തിയറി എന്ന് പറയുന്നത് ഗാന്ധിസമാണ്. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളെയാണെന്ത്, ഗാന്ധിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് പ്രധാനമായും അഹിംസയാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങളൊന്ന്
അഹിംസയാണ്, അതായത് നോൺ വയലൻസ് എന്ന് പറയും. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു തിയറിയാണ് ഏത് വരുന്നത്, ഗാന്ധിസ് എന്ന് പറയുന്ന പോലെ തന്നെ ഗാന്ധിയുടെ കുറച്ച് തത്വങ്ങളും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് നോക്കിയിട്ട് പോവുക. അപ്പോൾ ഓർക്കുക, ഈ ഒരു 4ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ആകെ 3 തിയറിയെ പഠിക്കാനുള്ളൂ, ലിബറലിസം, മാർക്സിസം, ഗാന്ധിസം എന്ന് പറയുന്ന തിയറി. ഓക്കെ, ഇനി നമുക്ക് നോക്കുമ്പോൾ 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് TMA സെക്ഷനിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, നമ്മൾ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗലിക അവകാശങ്ങളാണ്. അതായത് ഒരു രാഷ്ട്രം ഒരു വ്യക്തിക്ക് നൽകുന്ന അടിസ്ഥാന അവകാശങ്ങളെയാണ് എന്ത് പറയുന്നത്, മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ 3ാം ഭാഗത്തിൽ 14 മുതൽ 32 വരെയുള്ള ആർട്ടിക്കിൾസിനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇപ്പം മെയിനായിട്ട് ഓർത്തു വെക്കുക, നമ്മൾ അമേരിക്കയിൽ നിന്നും കടം കൊണ്ടിട്ടുള്ള ഒരു ആശയമാണിത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ 6 മൗലിക അവകാശങ്ങളാണുള്ളത്. അത് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അപ്പോൾ ഓർത്തു വെക്കുക ഏതൊക്കെയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സമത്വത്തിനുള്ള അവകാശമാണ്, 2ാമത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്, 3ാമത്തത് ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്, 4ാമത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്, 5ാമത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്. ആൻഡ് ലാസ്റ്റ് ആയിട്ട് പറയുന്ന 6ാമത്തെ അവകാശം എന്ന് പറയുന്നത് ഭരണഘടനാപരമായ പരിഹാര മാർഗത്തിനുള്ള അവകാശമാണ്. ഈ ഭരണഘടനാപരമായ പരിഹാര മാർഗത്തിനുള്ള അവകാശങ്ങളാണ് എന്ത് വരുന്നത്, റിട്ടുകൾ വരുന്നത്. ഒരു 5 റിട്ടുകളുണ്ട്, അതായത് ഹേബിയസ് കോർപ്പസ്, അതുപോലെ തന്നെ മാൻഡമസ്, സെർഷ്യോററി, കോ വാറണ്ടോ, പ്രൊഹിബിഷൻ. ഈ റിട്ടുകളുടെ പേര് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ 6 നമ്മുടെ മൗലിക അവകാശങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് ഏത് ആർട്ടിക്കിൾസിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് ഓർത്ത് വെക്കുക. അതായത് ഇപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സിൽ തന്നെ റൈറ്റ് ടു ഈക്വാലിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യുക, 14 മുതൽ 18 വരെയാണ് വരുന്നത്. അതുപോലെ റൈറ്റ് ടു ഫ്രീഡം ആണെങ്കിൽ 19 മുതൽ 22 വരെയാണ് വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് 7ാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്റർ എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നതാണ് ചാപ്റ്ററിന്റെ പേര് വരുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത് നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ്. അതായത് രാഷ്ട്രത്തിലുള്ള നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചും നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതായത് മൗലികമായിട്ടുള്ള കടമകളെക്കുറിച്ചും പറയുന്ന ഒരു ചാപ്റ്ററാണിത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഓർക്കുക നിർദ്ദേശക തത്വങ്ങൾ, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ DPSP എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, DPSP എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. അപ്പം അതിൽ തന്നെ എന്താണ് മെയിനായിട്ട് അതിൻ്റെ 4 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ടാവും. അപ്പം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിന് വരുന്ന കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്. അതായത് നമ്മുടെ ഭരണഘടന പ്രകാരം നമ്മുടെ രാഷ്ട്രത്തിലുള്ള ഗവൺമെന്റിന് എന്തുണ്ട്, കുറച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആ നിർദ്ദേശങ്ങളുടെ ഒരു ലിസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും 4 തരത്തിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തതാണ് സോഷ്യോ എക്കണോമിക് പ്രിൻസിപ്പിൾ, അതായത് സാമൂഹ്യവും സാമ്പത്തികവുമായിട്ടുള്ള നിർദ്ദേശങ്ങൾ. ഏതൊക്കെയാണ്, അതിനെ സാമൂഹ്യ സാമ്പത്തിക തത്വങ്ങൾ എന്നറിയപ്പെടുന്നു. ഇനി 2ാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ആണ്. അതായത് നമ്മുടെ മഹാത്മാഗാന്ധി നൽകിയിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്. അതാണ് എന്ത്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തത് വരുന്നതാണ് ഇത് ഇന്റർനാഷണൽ പ്രിൻസിപ്പിൾസ്, അന്താരാഷ്ട്രമായിട്ടുള്ള കുറച്ച് തത്വങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ആൻഡ് മിസ്സലേനിയസ്, ഇതിലൊന്നും ഉൾപ്പെടാത്ത മറ്റുള്ള തത്വങ്ങൾ. ഇങ്ങനെ 4 ടൈപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെന്ന് വെക്കുക, അതായത് ഈ DPSPയിൽ തന്നെയുള്ള സോഷ്യോ എക്കണോമിക് പ്രിൻസിപ്പിൾസ് ആണ് നിങ്ങളോട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്കുക. അതിൽ മെയിൻ ആയിട്ടുള്ളത് തുല്യമായ ജോലിക്ക് തുല്യമായ വേതനം ഉറപ്പാക്കുക, അതുപോലെ തന്നെ എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അതുപോലെ തന്നെ SC/ST വിഭാഗക്കാരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അതുപോലെ തന്നെ എന്താണ് കുറച്ച് വ്യക്തികളിൽ മാത്രം സമ്പത്ത് കുന്നുകൂടുന്നത് തടയുക തുടങ്ങിയ കുറച്ച് നിർദ്ദേശങ്ങളാണ് അതിൽ പറയുന്നത്. ആ നിർദ്ദേശങ്ങളാണ് സോഷ്യോ എക്കണോമിക് പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നത്. ഇനി 2ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഏതാണ്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ആണ്. നമ്മുടെ ഗാന്ധിജി കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. അതിൽ മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗവും വിപണനവും ഒക്കെ എന്ത് ചെയ്യുക, ഗവൺമെൻറ് തടയുക. ഗാന്ധിജി കൊടുത്തിട്ടുള്ള 1ാമത്തെ നിർദ്ദേശമാണ്. 2ാമത്തെ ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത്, അതായത് എല്ലാ പഞ്ചായത്തുകളിലും എന്ത് ചെയ്യുക, അതായത് ഓരോ ഗ്രാമങ്ങളിലും പഞ്ചായത്ത് ഓഫീസുകൾ സ്ഥാപിക്കുക. അതായത് ആ ഗ്രാമങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ ആ പഞ്ചായത്ത് സ്ഥാപനം എന്തായിരിക്കണം, പ്രാപ്തമായിരിക്കണം. അതാണ് ഗാന്ധിജിയുടെ മറ്റൊരു ആവശ്യം ഉണ്ടായിരുന്നത്. അത് നിർദ്ദേശങ്ങളാണ് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെയാണ് എന്ത്, കുടിൽ, അതുപോലെ തന്നെ ഗ്രാമീണ വ്യവസായങ്ങൾ എന്ത് ചെയ്യുക, ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ കുറച്ച് നിർദ്ദേശങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൽ വരുന്നത്. ഓക്കെ, ഇനി ഇതുകൂടാതെ ഇന്റർനാഷണൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം മറ്റു രാജ്യങ്ങളുമായിട്ട് എന്താ പറയുക ഇടപഴകുന്ന സമയത്ത് നമ്മൾ സ്വീകരിക്കേണ്ട കുറച്ച് തത്വങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് സൗഹൃദ ബന്ധം പിന്തുടരുക, അതുപോലെ തന്നെ അന്താരാഷ്ട്ര
നിയമങ്ങൾ നമ്മൾ അനുസരിക്കുക. അതുപോലെ തന്നെ എന്താണ്, രണ്ട് രാജ്യങ്ങൾ തമ്മിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അത് പരിഹരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കുറച്ച് നിർദ്ദേശങ്ങളാണ് അന്താരാഷ്ട്ര തത്വങ്ങളിൽ വരുന്നത്. ഇനി മിസ്സലേനിയസ് എന്ന് പറഞ്ഞാൽ അതിലൊന്നും ഉൾപ്പെടാത്ത കുറച്ച് തത്വങ്ങളാണ്, അതായത് നിർദ്ദേശങ്ങളാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചരിത്രപരമായിട്ടുള്ള സ്മാരകങ്ങളുണ്ട്, അതൊക്കെ എന്ത് ചെയ്യുക, സംരക്ഷിക്കുക. നമ്മുടെ വന്യജീവികളെയും അതുപോലെ തന്നെ വനത്തെയും സംരക്ഷിക്കുക തുടങ്ങിയ കുറച്ച് തത്വങ്ങളാണ് എന്തിൽ വരുന്നത്, മറ്റുള്ള അതായത് മിസ്സലേനിയസ് പ്രിൻസിപ്പിൾസിൽ വരുന്നത്. ഇങ്ങനെ 4 പ്രിൻസിപ്പിൾസ് ആണ് പഠിക്കാനുള്ളത്. ഇത് കറക്റ്റ് നോക്കി വെക്കുക. അപ്പോൾ ആദ്യം ഓർക്കുക, DPSP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർഗനിർദ്ദേശങ്ങളാണ്. ആര് കൊടുക്കുന്നതാണ്, നമ്മുടെ ഭരണഘടന നൽകുന്നതാണ്. ആർക്കെന്ന് ചോദിച്ചാൽ ഗവൺമെന്റിനാണ് ഇവിടെ നൽകുന്നത്. അതായത് മാറി വരുന്ന ഗവൺമെന്റിനുള്ള മാർഗനിർദ്ദേശങ്ങളുടെ ഒരു ലിസ്റ്റാണത്. ഇതിനാണെന്ന് പറയുന്നത് DPSP എന്ന് പറയുന്നത്. ഇപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ 4ാം ഭാഗത്തിലാണ് ഇതുള്ളത്. അതുപോലെ തന്നെ 36 മുതൽ 51 വരെയുള്ള വകുപ്പുകളിലാണ് ഇത് ഉൾക്കൊള്ളുന്നത്. ഓക്കെ, ക്ലിയർ എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ചാപ്റ്ററിൽ തന്നെ വരുന്ന ചെറിയൊരു ഭാഗം കൂടി ഉണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അപ്പം തൊട്ട് മുന്നേ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞു. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രം നമുക്ക് തരുന്നതാണെങ്കിൽ ഇത് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണെന്ത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അതായത് ഒരു രാഷ്ട്രത്തിലെ പൗരൻ അടിസ്ഥാനപരമായി ആ രാഷ്ട്രത്തോട് ചെയ്യേണ്ട കടമകളെയാണ് എന്ത് പറയുന്നത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകൾ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ 51A എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് ഇത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നിലവിൽ 11 മൗലിക കടമകളുണ്ട്. അപ്പം എല്ലാ മൗലിക കടമകളും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, വായിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ആശയം കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ്. അതായത് അറിയാലോ, റഷ്യയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയമാണ് എന്ത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അതിൽ ജസ്റ്റ് ഞാൻ കുറച്ച് പറഞ്ഞുതരാം. അതായത് ദേശീയ ഗാനത്തെയും ദേശീയ പതാകയെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയിട്ടുള്ള മഹാന്മാരായിട്ടുള്ള വീരന്മാരുണ്ട്, അവരുടെ ആദർശങ്ങളെ പിന്തുടരുക. രാഷ്ട്രത്തിന് ആവശ്യം വരുമ്പോൾ സേവനം ചെയ്യുക. അതുപോലെ പൊതുമുതൽ സംരക്ഷിക്കുക. ഇങ്ങനെ തുടങ്ങി 11 മൗലിക കടമകളുണ്ട്. അപ്പോൾ ആ കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നോക്കിയിട്ട് പോവുക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് 8ാമത്തെ ചാപ്റ്റർ ആണ്. 8ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ആ മെയിനായിട്ട് നമ്മൾ ഓർക്കുക, ഈ ഒരു ഫെഡറലിസം എന്നൊക്കെ പറയുന്ന ഒരു വാക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയതായിരിക്കും. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ഭരണകാര്യങ്ങൾ നോക്കുമ്പോൾ 2 രീതിയിലുള്ള ഭരണ സംവിധാനങ്ങളാണുള്ളത്. ഒന്ന് യൂണിറ്ററി സിസ്റ്റമാണ്, ഒന്ന് ഫെഡറൽ സിസ്റ്റമാണ്. ഒരു യൂണിറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ അധികാരങ്ങളും യൂണിയൻ ഗവൺമെന്റിനായിരിക്കും ഉണ്ടാവുക. അതായത് കേന്ദ്ര ഗവൺമെന്റിലായിരിക്കും എല്ലാ അധികാരങ്ങളും ഉണ്ടാവുക. അതിനെയാണ് എന്ത് പറയുന്നത്, യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ ഒരു യൂണിയൻ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ കൂടി അവിടെ എല്ലാ അധികാരങ്ങളും എന്ത് ചെയ്യും, സംസ്ഥാനങ്ങൾക്കിടയിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതിനാണ് എന്ത് പറയുന്നത്, ഫെഡറലിസം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ്. നമുക്കറിയാം, നമുക്കിവിടെ കേന്ദ്ര ഗവൺമെന്റും ഉണ്ട്, സംസ്ഥാന ഗവൺമെന്റും ഉണ്ട്. ഈ 2 ഗവൺമെന്റുകൾക്കിടയിലും എന്തുണ്ട്, അധികാരങ്ങൾ പരസ്പരം ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ബോത്ത് യൂണിറ്ററി ആൻഡ് ഫെഡറൽ സിസ്റ്റം ആണ്. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ പേരിലാണ് നമ്മളെ ഫെഡറൽ സിസ്റ്റം അറിയപ്പെടുന്നത്, ക്വാസി ഫെഡറൽ എന്നാണ് അറിയപ്പെടുന്നത്. ഓർത്ത് വെക്കുക, ക്വാസി ഫെഡറൽ. ക്വാസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കിന് അർത്ഥം എന്താണ്, പകുതി അല്ലെങ്കിൽ സെമി, അർദ്ധം എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. അപ്പം ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം എന്താണ്, ക്വാസി ഫെഡറൽ സിസ്റ്റം ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, യൂണിറ്ററി സംവിധാനത്തിന്റെയും ഫെഡറൽ സംവിധാനത്തിന്റെയും ഒരു മിശ്രിത രൂപമാണ് ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം. അതുകൊണ്ട് എന്ത് പേരിൽ അറിയപ്പെടുന്നു, ക്വാസി ഫെഡറലിസം എന്നറിയപ്പെടുന്നു. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ള ഒന്ന് ഡിവിഷൻ ഓഫ് പവർ ആണ്. അതായത് അധികാര വിഭജനത്തിനെ കുറിച്ചിട്ടാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്രത്തിനുള്ള അധികാരങ്ങളും സംസ്ഥാനത്തിനുള്ള അധികാരങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വിഭജിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് 3 ലിസ്റ്റുകളും ഇന്ത്യൻ ഭരണഘടനയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, ഈ 3 ലിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1ാമത്തെ ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ്, കേന്ദ്ര ലിസ്റ്റ് എന്നറിയപ്പെടും. ഈ ലിസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ പറയുന്ന എല്ലാ വിഷയങ്ങളുടെയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും. എന്നാൽ 2ാമത്തെ ലിസ്റ്റാണ് സ്റ്റേറ്റ് ലിസ്റ്റ്, അതായത് സംസ്ഥാന ലിസ്റ്റ്. ഈ ലിസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇതിലൊക്കെ തീരുമാനം എടുക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കുക സംസ്ഥാന ഗവൺമെന്റിനായിരിക്കും. ഓക്കെ, ഇനി 3ാമതൊരു ലിസ്റ്റും കൂടി ഉണ്ട്, ഏതാണ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയും. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റിനും ഒരുപോലെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമുള്ളൊരു വിഷയമാണ് എന്തിൽ ഉൾപ്പെടുന്നത്, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഡിവിഷൻ ഓഫ് പവറിൽ മെയിനായിട്ട് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുള്ള അധികാരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, 3 ലിസ്റ്റുകളിൽ തരംതിരിച്ചിട്ടുണ്ട്. ലിസ്റ്റുകളുടെ പേര് കൃത്യമായി ഓർക്കുക, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ കാര്യം മെയിനായിട്ട് എന്ത് ചെയ്യുക,
എക്സാമിന് പോകുമ്പോൾ നോക്കിയിട്ട് പോവാം. ഏതാണ് ചാപ്റ്റർ വരുന്നത്? 8ാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം. ഈ ചാപ്റ്ററിൽ ഇനി നമുക്ക് നോക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളാണ്. അതായത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ എന്തൊക്കെ റിലേഷൻ ആണ് ഉള്ളത്. ഇതിൽ 3 റിലേഷനാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അതാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ആണ്. അതായത് ഭരണകാര്യങ്ങൾ എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നത്. അതിന് പ്രധാന കാരണം നമ്മുടെ ഗവർണറാണ്. നമുക്ക് അറിയാവുന്നതാണ്. സംസ്ഥാനത്തിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? ഗവർണറാണ്. ഈ ഗവർണർ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അപ്പോൾ അവിടെ തന്നെ എന്ത് വന്നു? കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള റിലേഷൻ വന്നു. ആ റിലേഷൻ നിലനിർത്തുന്ന ഘടകം എന്ന് പറയുന്നത് ആരാണ്? ഗവർണറാണ്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ഇതിൽ പഠിക്കാനുള്ള റിലേഷൻ എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് റിലേഷൻ ആണ്. നിയമനിർമ്മാണപരമായ ബന്ധങ്ങളാണ്. ആ നിയമനിർമ്മാണപരമായ ബന്ധങ്ങളിൽ മെയിനായിട്ട് ഓർത്തു വെക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ ലിസ്റ്റുകളുടെ പേര്. അതായത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ എന്തൊക്കെ വിഷയമുണ്ടോ അതിലൊക്കെ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കായിരിക്കും? കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതിലൊക്കെ നിയമം നിർമ്മിക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റിനായിരിക്കും. കൺകറന്റ് ലിസ്റ്റിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ ഇതിലുള്ള നിയമം കേന്ദ്രവും സംസ്ഥാനവും കൂടി എന്ത് ചെയ്യും? ഒരുമിച്ച് തീരുമാനിക്കുന്നവയായിരിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യം എന്ത് ചെയ്യുക? ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് പവറിൽ ഓർത്ത് വെക്കുക. ഇനി മൂന്നാമത്തെ റിലേഷൻ എന്ന് പറയുന്നതാണ് ഫിനാൻഷ്യൽ, സാമ്പത്തികമായിട്ടുള്ള ബന്ധങ്ങൾ. അതായത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ സാമ്പത്തികമായിട്ട് എങ്ങനെയാണ് ബന്ധം? ഈ ബന്ധം നിലനിർത്തുന്നതും നമ്മൾ നേരത്തെ പഠിച്ച ലിസ്റ്റുകളുടെ ബലത്തിൽ തന്നെയാണ്. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരത്തിൽ വരുന്ന കാര്യങ്ങളാണ് കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. അതിൽ നിന്നുള്ള വരുമാനം കേന്ദ്ര ഗവൺമെന്റിന് എടുക്കാവുന്നതാണ്. അതുപോലെ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് സംസ്ഥാന ഗവൺമെന്റിനുള്ളതാണ്. അതുപോലെ തന്നെ വരുന്ന ലാസ്റ്റത്താണ് നമ്മൾ പറഞ്ഞ കൺകറന്റ് ലിസ്റ്റ്. ഇതിലുള്ളത് പരസ്പരം എന്ത് ചെയ്യുന്നതാണ്? വിഭജിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് എന്ത് ചെയ്യാനുള്ളത്? നമുക്ക് 8ാമത്തെ ചാപ്റ്ററിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ കാര്യം എന്ത് ചെയ്യുക? നമ്മുടെ നോട്ടാണോ ടെക്സ്റ്റ് ആണോ കയ്യിലുള്ള അത് വെച്ചിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, ഇനി അതുപോലെ വരുന്ന 9ാമത്തെ ചാപ്റ്ററാണ് എമർജൻസി പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണ് 9ാമത്തെ ചാപ്റ്റർ. അടിയന്തരാവസ്ഥയിൽ തന്നെ നമുക്ക് ഓർത്ത് വെക്കുക മെയിനായിട്ട് എന്താണ് അടിയന്തരാവസ്ഥ മീൻസ് എമർജൻസി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൽ എന്തെങ്കിലും അടിയന്തര ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്, അതിൻ്റെ ഫലത്തിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷ ഭീഷണിയിലാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാവുന്നതാണ്. ഓർക്കുക, രാഷ്ട്രത്തിൻ്റെ സുരക്ഷ ഭീഷണിയിലാണെന്ന് രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരമുള്ളൂ. ഈ എമർജൻസി തന്നെ എന്താണ്? 3 തരത്തിലുണ്ട്. 3 ടൈപ്പ് ഓഫ് എമർജൻസീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വണ്ണാണ് നാഷണൽ എമർജൻസി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യ ഒട്ടാകെ ദേശീയ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുന്ന അടിയന്തരാവസ്ഥയാണെന്ത്? ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ ബാധിക്കുന്നതായിരിക്കും ഇത് ഫോർ എക്സാമ്പിൾ പ്രഖ്യാപിക്കുന്നത് യുദ്ധമോ, അതായത് 2 രാജ്യങ്ങൾ തമ്മിൽ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ ചൈന തമ്മിലൊക്കെ യുദ്ധം നടക്കുന്ന സാഹചര്യങ്ങളിലോ അതല്ലെങ്കിൽ ആഭ്യന്തര കലാപങ്ങൾ നമ്മുടെ ഇന്ത്യക്കുള്ളിൽ തന്നെ എന്താണ് ആഭ്യന്തരമായിട്ട് വലിയൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലും എന്ത് ചെയ്യാം? നമുക്കൊരു നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാവുന്നതാണ്. ഓക്കെ, പുറത്തു വെക്കുക, യുദ്ധം, ആഭ്യന്തര കലഹം തുടങ്ങിയ സാഹചര്യം കൊണ്ട് രാഷ്ട്രത്തിന്റെ സുരക്ഷ ഭീഷണിയിലാണെന്ന് രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റും. അപ്പം ഓർത്ത് വെക്കുക, ഈ 3 എമർജൻസി പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കേ ഉള്ളൂ. പക്ഷേ സ്വന്തം ഇഷ്ടപ്രകാരം പ്രഖ്യാപിക്കാൻ പറ്റില്ല. പാർലമെന്റിന്റെ എന്ത് വേണം? അനുവാദം ആവശ്യമാണ്. ഇനി ഈ 3 അടിയന്തരാവസ്ഥകൾ നമ്മൾ 2 പറഞ്ഞു. മൂന്നാമത്തേതാണ് ഫിനാൻഷ്യൽ എമർജൻസി. ഏതാണ്? ഫിനാൻഷ്യൽ, അതായത് സാമ്പത്തികമായിട്ടുള്ള അടിയന്തരാവസ്ഥ. നമ്മൾ ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതായത് നമ്മളിവിടെയുള്ള പാരലൽ എക്കോണമി, അതായത് നമ്മുടെ കള്ളപ്പണത്തിൻ്റെ ഒഴുക്കൊക്കെ വർദ്ധിച്ച് നമ്മൾ ഇവിടുത്തെ ഒരു സാമ്പത്തിക അവസ്ഥ ഗവൺമെന്റിന് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണെങ്കിലാണ് എന്ത് ചെയ്യുക? സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഭാഗ്യവശാൽ എന്ത് ചെയ്തിട്ടില്ല? ഇതുവരെ അത് പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെ വരുന്നതാണ് സ്റ്റേറ്റ് എമർജൻസി, സംസ്ഥാന അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. സംസ്ഥാന അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കുള്ളിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രമാണ് ആഭ്യന്തര പ്രശ്നമുള്ളത്. ആ സംസ്ഥാനത്ത് മാത്രമായിട്ട് പ്രഖ്യാപിക്കുന്നതാണ് ഇത് സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയുന്നത്. ഇത് പ്രഖ്യാപിക്കണമെങ്കിൽ രാഷ്ട്രപതിയുടെ റിപ്പോർട്ട് നിർബന്ധമാണ്. അതായത് രാഷ്ട്രപതിയാണ് പ്രഖ്യാപിക്കുന്നതെങ്കിലും ഗവർണറുടെ റിപ്പോർട്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഇത് പ്രഖ്യാപിക്കപ്പെടുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഗവർണർ പറയാണ്, അതായത് ഗവർണർ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ഹെഡ് ആയിട്ടുള്ളതാണ്. അദ്ദേഹം എന്ത് ചെയ്യണം? ആവശ്യപ്പെടണം. എന്ത്? നമ്മൾ ഈ സംസ്ഥാനത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം എന്നുള്ളൊരു റിപ്പോർട്ട് ആർക്ക് കൊടുക്കണം? രാഷ്ട്രപതിക്ക് നൽകണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇതും പ്രഖ്യാപിക്കുന്നത് ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ്. പക്ഷെ ഗവർണറുടെ റിപ്പോർട്ട് വേണമെന്ന് മാത്രം. ഈ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി 352 പ്രകാരമാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. 356 പ്രകാരമാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ, അതായത് സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഫിനാൻഷ്യൽ പ്രഖ്യാപിക്കുന്നത് 360 ആണ്. അപ്പം 52, 56, 60 അങ്ങനെ 3 ആർട്ടിക്കിൾ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇതാണ് നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ പറയുന്നത്. ഓക്കെ,
അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, ആ ചാപ്റ്റർ ഒന്ന് നോക്കിയിട്ട് പോവാം. നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിനൊക്കെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. 1 വേർഡിലും ഉണ്ടാവും. നമുക്കറിയാം പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിൽ മാറ്റം വന്നതുകൊണ്ട് തന്നെ 1 വേർഡിൽ വർഷങ്ങളും ആർട്ടിക്കിൾസും ഒക്കെ എന്തായാലും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുക, നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പോവാം. ഓക്കെ, ഇനി 10ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിയൻ എക്സിക്യൂട്ടീവ് ആണ്. യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ട് ഓർക്കുക, കേന്ദ്രത്തിൽ കാര്യങ്ങളൊക്കെ, അതായത് ഭരണകാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ആരൊക്കെയാണ്, അവരെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് 10ാമത്തത്. അതിൽ മെയിനായിട്ട് നമ്മൾ ഓർഡർ പഠിച്ചു വെക്കുക. ഫസ്റ്റ് തന്നെ വരുന്നത് പ്രസിഡന്റ് ആണ്. അതായത് നമ്മുടെ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിലെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന വ്യക്തി ആരാണ്, രാഷ്ട്രപതിയാണ്, പ്രസിഡന്റ് ആണ്. അതിന് തൊട്ട് താഴെയായിട്ടാണ് ഒരു വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി ഉള്ളത്. അതിന് താഴെയായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഉള്ളത്, അതായത് പ്രൈം മിനിസ്റ്റർ. അതിനും താഴെയായിട്ടാണ് എന്തുള്ളത്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അഥവാ നമ്മുടെ മന്ത്രിസഭയുള്ളത്. അപ്പോൾ ആ ഓർഡർ ആദ്യം തന്നെ ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് നോക്കാനുള്ളത് രാഷ്ട്രപതിയെ കുറിച്ചാണ്. ഇപ്പോൾ രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കുക, നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നതും ആരാണ്, രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സൈനിക തലവൻ എന്നറിയപ്പെടുന്നതും രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ രാഷ്ട്രപതിയെക്കുറിച്ച് മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. രാഷ്ട്രപതിയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അതുപോലെ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സംഘമാണ്. ഈ ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത് ആരൊക്കെ ഉൾപ്പെടുന്നതാണ്, ലോകസഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളും കൂടാതെ സംസ്ഥാന നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടുന്ന ഒരു വിഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത്. അവരാണ് എന്ത് ചെയ്യുന്നത്, രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ ഓർത്തു വെക്കുക രാഷ്ട്രപതിയെ കുറിച്ചിട്ട്. ഓക്കെ, അതിനുശേഷമാണ് രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പവർ ആൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യത്തിൽ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഓർക്കുക, രാഷ്ട്രപതിയുടെ 1ാമത്തെ അധികാരം എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് അധികാരങ്ങളാണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യനിർവഹണ അധികാരങ്ങളാണ്. അതിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഇന്ത്യയിലെ ഉയർന്ന പദവിയിലിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നിയമിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്, രാഷ്ട്രപതിക്കാണുള്ളത്. അതാണ് മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ടത്. എക്സിക്യൂട്ടീവ് പവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോയിൻമെന്റ് എന്ന് പറയുന്ന പദമാണ് നമ്മൾ മെയിനായിട്ട് ഓർക്കേണ്ടത്. അതിൽ തന്നെ എന്തൊക്കെ വരുന്നുണ്ട്, നമ്മുടെ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിമാർ, നമ്മുടെ ഗവർണർമാർ, അതുപോലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, അതുപോലെ അംബാസിഡർമാർ, നമ്മുടെ അറ്റോർണി ജനറൽ, അങ്ങനെ ഒരുപാട് പേരെ നമ്മുടെ ഇന്ത്യയിൽ ഉയർന്ന പദവിയിൽ ആരൊക്കെ ഉണ്ട് അവരൊക്കെ നിയമിക്കുന്നത് ആരാണ്, രാഷ്ട്രപതിയാണ്. അക്കാര്യം ഓർക്കുക. ഇതാണ് രാഷ്ട്രപതിയുടെ എക്സിക്യൂട്ടീവ് പവറിൽ ഓർക്കേണ്ടത്. ഇനി 2ാമത്തെ അധികാരം എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് ആണ്. അതായത് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മുടെ രാഷ്ട്രപതിക്ക് അധികാരമുള്ളത്. അപ്പോൾ ഓർക്കുക, രാഷ്ട്രത്തിലൊരു നിയമം വരണമെങ്കിൽ അതിൽ എന്ത് വേണം, രാഷ്ട്രപതിയുടെ ഒപ്പ് നിർബന്ധമാണ്. അസെന്റ് എന്ന് പറയും, അതായത് അംഗീകാരം. അപ്പോൾ ഒരു നിയമത്തിന് അംഗീകാരം നൽകാനുള്ള അധികാരം ആർക്കാണുള്ളത്, രാഷ്ട്രപതിക്കാണ്. ഇതാണ് രാഷ്ട്രപതിയുടെ 1ാമത്തെ നിയമനിർമ്മാണ അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രപതിയുടെ അംഗീകാരത്തോട് കൂടിയിട്ടേ ഒരു നിയമം പാസ്സാക്കാൻ പറ്റുള്ളൂ. 2ാമത്തത്, നിയമം പാസ്സാക്കപ്പെടുന്ന സ്ഥലം എവിടെയാണ്, പാർലമെന്റാണ്. ഈ പാർലമെന്റ് വിളിച്ചു കൂട്ടാനും പിരിച്ചുവിടാനും നിർത്തിവെക്കാനും ഒക്കെ ഉള്ള അധികാരം ആർക്കേ ഉള്ളൂ, രാഷ്ട്രപതിക്കേ ഉള്ളൂ. ഈ 2 കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യുക, രാഷ്ട്രപതിയുടെ ലെജിസ്ലേറ്റീവ് പവറിൽ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി രാഷ്ട്രപതിയുടെ 3ാമത്തെ പവർ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് ഫിനാൻഷ്യൽ. അതായത് നമ്മുടെ സാമ്പത്തികപരമായിട്ട് രാഷ്ട്രപതിക്ക് എന്ത് അധികാരങ്ങളാണുള്ളത് എന്ന് ചോദിച്ചാൽ ഓർക്കുക, നമ്മുടെ അടിയന്തര സാഹചര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് ഉണ്ട്, കണ്ടിജൻസി ഫണ്ട് എന്ന് പറയും. ആ കണ്ടിജൻസി ഫണ്ടിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടാവുമായിരിക്കും, രാഷ്ട്രപതിക്കായിരിക്കും. ഓക്കെ, ഇനി അതുപോലെ വരുന്ന ഒരു ഫിനാൻഷ്യൽ പവർ എന്ന് പറയുന്നതാണ് നമ്മുടെ രാഷ്ട്രത്തിലെ ആനുവൽ ബഡ്ജറ്റും സപ്ലിമെന്ററി ബഡ്ജറ്റും അവതരിപ്പിക്കുന്നത് രാഷ്ട്രപതിയുടെ പേരിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം പറഞ്ഞു എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ പറഞ്ഞു, ലെജിസ്ലേറ്റീവ് പറഞ്ഞു, ഫിനാൻഷ്യൽ പറഞ്ഞു. ഇനി അടുത്തതാണ് ജുഡീഷ്യൽ. അതായത് നീതിന്യായ കാര്യങ്ങൾ എന്തൊക്കെ അധികാരങ്ങളാണ് രാഷ്ട്രപതിക്കുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞു, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസുമാരെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്, രാഷ്ട്രപതിക്കാണുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ റൈറ്റ് ടു പാർഡൺ ഉണ്ട്, അതായത് മാപ്പ് നൽകാനുള്ള അധികാരം. അപ്പം സുപ്രീം കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചൊരു കുറ്റവാളിയുടെ ശിക്ഷയിൽ ഇളവ് നൽകുന്നതിനോ അല്ലെങ്കിൽ റദ്ദ് ചെയ്യുന്നതിനൊക്കെ ഉള്ള അധികാരം ആർക്കുണ്ട്, രാഷ്ട്രപതിക്കുണ്ട്. ഈ 2 കാര്യങ്ങളാണ് ജുഡീഷ്യൽ പവറിൽ ഓർക്കേണ്ടത്. പിന്നെ ഉള്ളതാണ് എമർജൻസി പവർ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട്. ഇത് 3ഉം പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കേ ഉള്ളൂ, രാഷ്ട്രപതിക്കേ ഉള്ളൂ. ഇതാണ് എമർജൻസി പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, രാഷ്ട്രപതിയെ കുറിച്ചൊന്ന് ഓർത്തു വെക്കുക. ഈ രാഷ്ട്രപതി കഴിഞ്ഞാൽ നമുക്ക് നോക്കാനുള്ളത് ഉപരാഷ്ട്രപതിയാണ്. അതായത് ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രപതിയുടെ ആബ്സെൻസിൽ, അതായത് രാഷ്ട്രപതിയുടെ ആ ഒരു
ആബ്സെൻസിൽ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്ന വ്യക്തിയായിരിക്കും ആര്? ഉപരാഷ്ട്രപതി എന്ന് പറയുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഈ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന അതേ രീതിയിലൂടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഉപരാഷ്ട്രപതിയെയും തെരഞ്ഞെടുക്കുന്നത്. കാലാവധി 5 വർഷമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ് വരുന്നത്. പക്ഷെ ഉപരാഷ്ട്രപതിക്ക് എക്സ്ട്രാ വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനായി പ്രവർത്തിക്കുക ആരായിരിക്കും? ഉപരാഷ്ട്രപതി ആയിരിക്കും. ആ ഒരു പോയിന്റ് കറക്റ്റ് ഓർത്ത് വെക്കുക. അപ്പോൾ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. ആ കാര്യം കൂടി നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു വെക്കാം. ഇനി രാഷ്ട്രപതി കഴിഞ്ഞു, ഉപരാഷ്ട്രപതി കഴിഞ്ഞു, അടുത്ത പൊസിഷനിലുള്ള ആളാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ യഥാർത്ഥ തലവൻ എന്ന് പറയുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ നിയമപരമായിട്ട് പറയുന്ന സമയത്ത് നാമമാത്രമായിട്ടുള്ള അധികാരങ്ങൾ ആർക്കുള്ളൂ? രാഷ്ട്രപതിക്കുള്ളൂ. ശരിക്കുള്ള അധികാരങ്ങളൊക്കെ കൈയാളുന്ന വ്യക്തി ആരാണ്? പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെന്റിന്റെ, രാഷ്ട്രത്തിലൊരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ആ ഗവൺമെന്റിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് ആരായിരിക്കും? പ്രധാനമന്ത്രിയായിരിക്കും. ഇനി പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന രീതി നമുക്കറിയാം അല്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്നത് ഏത് പാർട്ടിയാണോ ആ പാർട്ടിനെയാണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നത്. അവരാണ് എന്ത് ചെയ്യുന്നത്? ആരായിരിക്കണം പ്രധാനമന്ത്രി എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പൊ അതിന് അപ്പോയിന്റ്മെന്റ് ചെയ്യാനുള്ള അധികാരം മാത്രമേ ആർക്കുള്ളൂ? രാഷ്ട്രപതിക്കുള്ളൂ. അല്ലേ? രാഷ്ട്രപതിക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യാനുള്ള അധികാരമേ ഉള്ളൂ. ആരായിരിക്കണം പ്രധാനമന്ത്രി എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കില്ല? രാഷ്ട്രപതിക്കില്ല. അപ്പം പ്രധാനമന്ത്രിയുടെയും കാലാവധിയൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. പിന്നെ ഇതിൽ പറയുന്നത് പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട അധികാര ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. മെയിനായിട്ട് ഓർത്ത് വെക്കുക, നമ്മളിവിടെ ഒരു മന്ത്രിസഭ ഉണ്ടെങ്കിൽ ആ മന്ത്രിസഭയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ട വ്യക്തിയാണ് ആര്? പ്രധാനമന്ത്രി. അതുകൊണ്ട് തന്നെ മന്ത്രിമാർക്ക് വകുപ്പുകൾ വീതിച്ചു നൽകുന്നത് ആരായിരിക്കും? പ്രധാനമന്ത്രിയാണ്. കൂടാതെ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ആരാണ്? പ്രധാനമന്ത്രിയാണ്. അതുപോലെ മന്ത്രിയും രാഷ്ട്രപതിയും തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്ന വ്യക്തിയും ആരെന്നെയാണ്? പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെ ഒരു രാഷ്ട്രത്തിൽ ഏതെങ്കിലും ഒരു നയം പാസ്സാക്കുന്നുണ്ടെങ്കിൽ ആ ഗവൺമെന്റ് നയങ്ങളുടെ വക്താവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. ക്യാബിനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നതും അതുപോലെ കരാറുകൾ ഒപ്പുവെക്കുന്നതും ആരാണ്? പ്രധാനമന്ത്രിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ബുക്കിൽ. അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ എന്നുള്ളത്. പിന്നെ വരുന്നത് മന്ത്രിസഭയെക്കുറിച്ചാണ്. മന്ത്രിസഭയിൽ പ്രധാനമായിട്ട് 2 പോയിന്റേ പഠിക്കാനുള്ളൂ. അതായത് മന്ത്രിമാരുടെ അധികാരങ്ങളെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് വരുന്നതാണ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി, രണ്ടാമത്തതാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. അതായത് കൂട്ടുത്തരവാദിത്വം എന്നാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിക്ക് പറയാം. ഒന്ന് വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്വം. വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിക്ക് ഒരു വകുപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വകുപ്പിലെ പൂർണ്ണമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ടാവും? ആ മന്ത്രിക്ക് ഉണ്ടായിരിക്കും. അതാണ് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അധികാരം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു മന്ത്രിസഭ എന്ന് പറയുമ്പോൾ ഒരുപാട് മന്ത്രിമാർ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ആ ഒരു ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ അനുസരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുക ചെയ്യുക എന്ന് പറയുന്നതുമാണ് എന്ത്? ആ മന്ത്രിയുടെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇത്രയും കാര്യങ്ങളാണ് 10ാമത്തെ ചാപ്റ്ററിൽ മെയിനായിട്ട് ഓർത്ത് വെക്കാനുള്ളത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ ഇതുവരെ നോക്കിയാൽ നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സേ പഠിക്കാനുള്ളൂ. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? TMA സെക്ഷനിലേക്ക് മാറ്റിയത് കൊണ്ട് തന്നെ ആ ചാപ്റ്റേഴ്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാനില്ല? പഠിക്കാനില്ല. പബ്ലിക് എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൂടുതലായിട്ട് നോക്കിയിട്ട് പോകേണ്ടത്. ഇനി അടുത്ത വരുന്ന ചാപ്റ്ററാണ് 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പാർലമെന്റ് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സെൻട്രൽ ലോ മേക്കിംഗ് ബോഡി എന്നറിയപ്പെടുന്നതാണ് എന്ത്? പാർലമെന്റ്. അല്ലേ? നമ്മുടെ കേന്ദ്രത്തിലെ നിയമനിർമ്മാണ സഭയാണിത് പാർലമെന്റ് എന്നറിയപ്പെടുന്നത്. പാർലമെന്റിന് 2 മണ്ഡലങ്ങളുണ്ട്. അല്ലേ? ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ ആണ് നമ്മുടേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മണ്ഡലങ്ങളുള്ള നിയമനിർമ്മാണ സഭയാണ് ആർക്കുള്ളത്? ഇന്ത്യക്കുള്ളത്. അതിലൊന്നാണ് ലോകസഭ, ഒന്നാണ് രാജ്യസഭ. ഇതിൽ മെയിനായിട്ട് നമുക്ക് ഓർക്കാനല്ല എന്താണ് ലോകസഭ, എന്താണ് രാജ്യസഭ. അതിൽ ലോകസഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്ന്ന സഭയാണ്. അതുപോലെ തന്നെ ജനങ്ങളുടെ സഭയാണ്. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നവരായിരിക്കും ലോകസഭയിൽ ഉണ്ടാവുക. ലോകസഭയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അതുപോലെ ലോകസഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായപരിധി 25 അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? ലോകസഭയിൽ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെയാണ് രാജ്യസഭയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഉയർന്ന സഭ എന്നറിയപ്പെടുന്ന സഭയാണ് രാജ്യസഭ. അതുപോലെ തന്നെ സീനിയർ ആയിട്ടുള്ള മെമ്പേഴ്സൊക്കെ ഒരു പാർട്ടിയിലെ മുതിർന്ന അംഗങ്ങളായിരിക്കും എന്തിലുണ്ടാവുക? രാജ്യസഭയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ജനങ്ങൾ നേരിട്ടല്ല അവരെ തിരഞ്ഞെടുക്കുക, പാർട്ടിയാണ് അവർ എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ 30 വയസ്സാണ് രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായപരിധി അല്ലെങ്കിൽ അവരുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? രാജ്യസഭയുടെ കാര്യത്തിലും പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ 6 വർഷമാണ് കാലാവധി. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക? നോക്കിയിട്ട് വെക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് എന്ന് പറയുന്നത് പാർലമെന്റിന്റെ ചാപ്റ്ററിൽ ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ്.
ഫങ്ഷൻസ് എന്ന് പറയുന്നത് പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട അധികാര ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ മെയിനായിട്ട് ഒന്ന് എക്സിക്യൂട്ടീവ് പവറാണ്. എക്സിക്യൂട്ടീവ് പവറിൽ തന്നെ എന്താണ്, മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും അതുപോലെ തന്നെ ഏകോപിക്കുന്നതും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നതും ഒക്കെ എവിടെയാണ്, പാർലമെന്റിൽ വെച്ചിട്ടാണ്. അതാണ് പാർലമെന്റിന്റെ എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ലെജിസ്ലേറ്റീവ് പവറാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കുക. അതായത് കേന്ദ്ര ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്, പാർലമെന്റിനാണുള്ളത്. ഓക്കെ, ഇതാണ് ലെജിസ്ലേറ്റീവ് പവറിൽ വരുന്നത്. ഇനി ഫിനാൻഷ്യൽ പവർ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള അധികാരങ്ങളാണ്. അതിൽ മെയിനായിട്ട് ഓർത്ത് വെക്കുക, നമ്മുടെ അതായത് പബ്ലിക് വെൽത്തിന്റെ കസ്റ്റോഡിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്, പാർലമെന്റ് ആണ്. ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പാർലമെന്റിന്റെ ഫംഗ്ഷൻസിൽ നമ്മളൊന്ന് പഠിച്ചിട്ട് പോവാം. ഇനി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലോ മേക്കിംഗ് പ്രൊസീജിയർ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി എന്തുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതായത് ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു നിയമം നടപ്പിലാവുന്നത് അല്ലെങ്കിൽ നിയമം പാസ്സാക്കി വരുന്നത്, അതിൻ്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഓർത്ത് വെക്കുക, ഒരു നിയമം പാസ്സാവുന്ന ഘട്ടത്തിൽ ബില്ല് എന്നാണ് ഒരു നിയമം പാസ്സാവുന്നതിന് മുമ്പ് അതറിയപ്പെടുക. അതായത് ഒരു നിയമത്തിൻ്റെ കരട് രൂപമാണ് എന്ത്, ബില്ല്. ഈ ബില്ലിൽ തന്നെ നമുക്ക് പ്രധാനമായിട്ടും 2 തരം ബില്ലുകളുണ്ട്. അതായത് പ്രൈവറ്റ് ബില്ലും ഉണ്ട്, പബ്ലിക് ബില്ലും ഉണ്ട്. പ്രൈവറ്റ് ബില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രിയല്ലാത്ത ഒരു അംഗമാണ് ആ ബില്ല് അവതരിപ്പിക്കുന്നതെങ്കിൽ, അതായത് പാർലമെന്റിൽ മന്ത്രിയല്ലാത്ത ഒരു അംഗമാണ് പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്നതെങ്കിൽ അതിനെയാണ് എന്ത് പറയുക, പ്രൈവറ്റ് ബില്ല് എന്ന് പറയാം. ഇനി ഒരു മന്ത്രിയാണ് ആ ബില്ല് അവതരിപ്പിക്കുന്നതെങ്കിൽ അതിനെയാണ് എന്ത് പറയുക, ഗവൺമെന്റ് ബില്ല് എന്ന് പറയാം. ഇനി ഈ ബില്ലാണ് പിന്നീട് കുറെ പ്രൊസീജിയറിലൂടെ കടന്നു പോയിട്ട് എന്തായി മാറുന്നത്, നിയമമായിട്ട് മാറുന്നത്. ആ പ്രൊസീജിയർ ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ ഫസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നതാണ്. അതായത് ഒരു ബില്ല് ആദ്യമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിനെയാണ് എന്ത് പറയുന്നത്, ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് റീഡിംഗ് ആണ്. അവതരിപ്പിച്ച ബില്ലിനെ പൊതു ചർച്ചയ്ക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ഘട്ടമാണത് സെക്കൻഡ് റീഡിംഗ്. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് തേർഡ് റീഡിംഗ് ആണ്. അതായത് നമ്മൾ പാസ്സാക്കാൻ വേണ്ടിയിട്ട് ആ ബില്ലിനെ മാറ്റി വെക്കുന്ന ഘട്ടത്തിനെയാണ് എന്ത് പറയുന്നത്, തേർഡ് റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 3 റീഡിങ്ങും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ബില്ല് എന്ത് ചെയ്യും, പാസ്സാക്കാൻ വേണ്ടി മാറ്റിവെക്കപ്പെടും. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ ബില്ലിനെ ഇപ്പോൾ ലോകസഭയിലാണ് ഈ ഒരു 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോയതെങ്കിൽ ആ ബില്ലിനെ നമ്മൾ എന്ത് ചെയ്യണം, രാജ്യസഭയിലേക്ക് അയച്ചു കൊടുക്കണം. ഈ 2 സഭകളിലും പാസ്സായതിനു ശേഷം എന്ത് ചെയ്യണം, ഈ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ രാഷ്ട്രപതിയുടെ ഒപ്പ് വീഴുന്നതോട് കൂടിയിട്ട് ആ ബില്ല് എന്താവും, നിയമമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് എന്ത്, നമ്മുടെ ലോ മേക്കിംഗ് പ്രൊസീജിയർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാ, ഇത് ഡീറ്റെയിൽ ആയിട്ട് എന്തുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് നോക്കുക. അതിപ്പോൾ ജസ്റ്റ് ഷോർട്ട് രൂപത്തിലാണ് പറയുന്നത്. അതായത് ജസ്റ്റ് എക്സാമിന് എന്തൊക്കെ നോക്കി പോകണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ രൂപത്തിലാണ് പറയുന്നത്. അപ്പോൾ 11ാമത്തെ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, നോക്കാനുള്ളത്. അപ്പോൾ ഓർക്കുക, പാർലമെന്റ് ഓഫ് ഇന്ത്യയിലെ ലോകസഭ, രാജ്യസഭ പഠിച്ചു വെക്കുക, പാർലമെന്റിന്റെ ഫംഗ്ഷൻസ് പഠിച്ചു വെക്കുക, അതുപോലെ തന്നെ എന്താണ് ലോ മേക്കിംഗ് പ്രൊസീജിയർ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നിയമം ഉണ്ടാക്കുന്നതിനുള്ള വിവിധ നടപടികളും നോക്കി വെക്കുക. ഓക്കെ.